ഇത് മഷിത്തണ്ട്. ഇത് പച്ച കളറിലും ഉണ്ട്, ഇതുപോലെ വയലറ്റ് കളറുണ്ട്. ചെടിയായിട്ട് ഉപയോഗിക്കാം. പടർത്തി അരച്ച് മുന്തിരി പടർത്തും പോലെ പടർത്തി അതിൻ്റെ കായൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇല നമുക്ക് വറുത്ത് കഴിക്കാം. വറുത്ത് കഴിക്കണേക്കാൾ ഏറ്റവും നല്ലത് കറി വയ്ക്കണതാണ്. പരിപ്പ് കറി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇടാം, തോരൻ വയ്ക്കാം. ഇതാ ഈ മുറ്റാത്ത തണ്ട് എടുത്തിട്ട് നമുക്ക് തീയൽ വയ്ക്കാം. തേങ്ങ വറുത്തരച്ച് തീയൽ വയ്ക്കാം. സൂപ്പർ വൈറ്റമിൻ കറിയാണ്, ഒരു മരുന്നുമാണ്. തീയൽ വയ്ക്കാൻ സൂപ്പറാണ്. തീയൽ ഉള്ളിയിട്ട് കണ്ടില്ലേ, പടർന്നിങ്ങനെ അടുക്കള ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാണ്. കാണാനും ഭംഗിയാണ്, അതിൻ്റെ കായും കാണാൻ ഭംഗിയാണ്. അപ്പം നമുക്ക് വേറൊരു കാര്യം കൂടെ കാണാം. മഷിത്തണ്ട്. പണ്ട് സ്കൂളിൽ പഠിച്ച ഓർമ്മയുണ്ടാ? സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മഷിത്തണ്ട്. ഇതും നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം, തോരൻ വയ്ക്കാം. സൂപ്പറാണ്. ഇതിപ്പോൾ ചെടിച്ചട്ടിയിൽ വളർന്നിരിക്കുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ സൂപ്പറാണ്. തോരൻ വയ്ക്കാമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കേണ്ട. പരിപ്പൊക്കെ ഇട്ട് വയ്ക്കാം, പരിപ്പ് വെറുതെയും വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ച് നുള്ളി എടുക്കാം നമുക്ക്. നുള്ളി എടുക്കും തോറും വലിച്ച് പിഴുതെടുക്കരുത്, നുള്ളി എടുക്കണം. നുള്ളി എടുക്കും തോറും ഇത് കിളിച്ച് കയറും. മഷിത്തണ്ട് കണ്ടില്ലേ. പണ്ട് നമ്മൾ ഇതുപോലെ നീളമുള്ള തണ്ട് എടുത്തിട്ട് അതിൻ്റെ ആ നീര് കളഞ്ഞിട്ട് വെടിവെക്കും. വെടിപ്പച്ച എന്നും പറയും. വെടിപ്പച്ച, മഷിത്തണ്ടെന്നും പറയും. ചെടിച്ചട്ടിയിലൊക്കെ വളർത്താൻ നല്ലതാണ്. ഗ്രോ ബാഗിലൊക്കെ ഇഷ്ടംപോലെ വളർന്നു കയറും. കൂടെ നമുക്ക് നുള്ളി എടുത്താൽ മതി, വലിച്ചു പിഴരുത്. തണ്ട് അവിടെ നിന്നാൽ വീണ്ടും കിളിക്കും. അപ്പം മഷിത്തണ്ട് ചെടി കണ്ടല്ലോ, വെറുതെ കളയണ്ട. ഒന്നുമില്ലെങ്കിലും വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഓക്കെ, തോരൻ വെച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ തോരനുണ്ട്, നല്ലൊരു തോരനുണ്ട്. ചെടിച്ചട്ടിയിൽ സെപ്പറേറ്റാണ്. നമുക്ക് ഒരു തൈ പിഴുത് വെച്ചാൽ മതി. അത് നുള്ളി എടുക്കുമ്പോൾ അത് വീണ്ടും അവിടെ കിടന്ന് കിളിച്ചോളും. വിത്ത് എടുത്തിട്ടാലും മതി. പഴയ തറകളിലൊക്കെയാണ് ഇത് കൂടുതലും കാണുന്നത്. പുതിയ തറകളിലൊന്നും കാണാനില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രോ ബാഗിലൊക്കെ ഇട്ട് വളർത്തുക. ഓക്കെ, അങ്ങനെ നമ്മൾ മഷിത്തണ്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ച്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരട്ടെ, നമുക്ക് വെള്ളം കുടിക്കാം. ചൂടായി. ചൂടുണ്ടേ. തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വരട്ടെ. ഇതേപോലെ നമുക്ക് തിളപ്പിച്ച് കുടിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കാൻ പേടിക്കേണ്ട കാര്യമല്ല. ഞാൻ വർഷങ്ങൾ കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് പേടി വേണ്ട കേട്ടോ. ഏത് കാര്യത്തിനും നമുക്ക് പേടി വേണ്ട, ജാഗ്രത മതി. ഇത് വാട്ടിപ്പിഴിഞ്ഞെടുത്തിട്ട് നീരെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം, വലിയവർക്കും കഴിക്കാം. ജലദോഷം, പനി, ചുമ അങ്ങനെയൊന്നും വരില്ല. പിന്നെ ഇത് വല്ലപ്പോഴും ഇത് തിളപ്പിച്ച് കുടിക്കണം നല്ലതാണ്. തോരൻ വയ്ക്കണത് നല്ലതാണ്. തോരൻ എന്ന് പറയുമ്പോൾ എന്നും വയ്ക്കണ്ട. എന്നും വയ്ക്കുമ്പോൾ അതിനൊരു സുഖമല്ല. ഏത് കാര്യമാണ് അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവരും തോരൻ വെച്ച് കഴിക്കുക, വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഇപ്പം ഇലകൾ മാറി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. നല്ല ചൂടായി, തിളക്കട്ടെ, നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ വെള്ളം അവിടെ തിളക്കട്ടെ. നല്ല മൂവാണ്ട മാങ്ങ പഴുത്തിരിക്കണം. നമുക്കത് രണ്ട് തിന്നാലോ. മൂവാണ്ട മാങ്ങ പഴുത്ത് സൂപ്പറായിട്ടിരിക്കണം. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് രണ്ട് മാങ്ങ തിന്നിട്ട് വരാം. ഓക്കെ, ചാലക്കുടിയിൽ നിന്നും ലീലാമണി. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോകൾ എല്ലാവരും കാണണം, അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.